സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും സോഷ്യൽ ഡെമോക്രസിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാർക്കും ജാമ്യം നൽകുക എന്ന പ്രമേയമുയർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ഇന്ന് ജില്ലാ തലങ്ങളിൽ റിപ്പബ്ലിക് ദിന സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ അധ്യക്ഷൻ ഇവിടെ രാജ്യം സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിന്റെ കാര്യം വ്യക്തമായി പറയുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ പൂർവ്വസൂരികളായ സ്വാതന്ത്ര്യ സമര പോരാളികൾ ജീവിതവും രക്തവും ജീവനും കൊടുത്ത് നേടിയ മഹത്തായ സ്വാതന്ത്ര്യം, പൊരുതി നേടിയ ആ സ്വാതന്ത്ര്യം ഇന്ന് അടിയറ വെക്കാനുള്ള ശ്രമത്തിലാണ് ഫാഷിസ്റ്റ് ഭരണകൂടം. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടന, ആ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ആ മഹത്തായ ഭരണഘടന ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യമായ നീതിയും തുല്യമായ അവകാശവും, ഈ രാജ്യത്തെ ജനങ്ങളെ ഏകത്വത്തിലൂടെ, ബഹുസ്വരതയിലൂടെ, വൈവിധ്യങ്ങളിലൂടെ കാണുന്ന ആ ഒരു ഭരണഘടന പൊളിച്ചെഴുതി ഇന്ത്യ രാജ്യത്ത് മനുസ്മൃതി കോഡും അതുപോലെ വിചാരധാരയുമൊക്കെ ഭരണഘടനയായിട്ട് അവരോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലക്ക്, സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പിന്മുറക്കാരായ ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന നിലക്ക് നമുക്ക് രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും അത് സംരക്ഷിക്കാനുമുള്ള ബാധ്യതയുണ്ട് എന്നാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ എന്റെ പ്രിയ സഹപ്രവർത്തകരെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഘടന സംരക്ഷിക്കുക, ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുക. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് സംരക്ഷിക്കാൻ ഫാഷിസ്റ്റുകളുമായി പോരാടേണ്ട സാഹചര്യമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ ആത്മാവായ, നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവായ ആ ഭരണഘടന ഇവിടെ നിലനിൽക്കാൻ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് ഈ രാജ്യത്ത് വേണ്ടിവരുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രമേയം രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാർക്കും ജാമ്യം നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ നമുക്ക് ചില അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ നമ്മുടെ അടിസ്ഥാന ജനാധിപത്യം പുലർത്തേണ്ട നമുക്ക് മൗലിക അവകാശങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് സമത്വത്തിനുള്ള അവകാശം നമുക്ക് പതിച്ചു തന്നിട്ടുണ്ട്, ഇക്വാലിറ്റി. സ്വാതന്ത്ര്യത്തിനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ചൂഷണത്തിനെതിരായ, അതുപോലെ മതസ്വാതന്ത്ര്യത്തിന്, ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന അനുവദിച്ചു തന്നിട്ടുണ്ട്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമുക്ക് ഉപാധികളോടുള്ള ഭരണഘടനാ പരിഹാരത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്.
ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന നമുക്ക് വ്യക്തികൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനുമൊക്കെ ജീവിക്കാനുള്ള മഹത്തായ അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. എന്നാൽ ആ ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൗരന്റെ ജീവിക്കാനുള്ള അവന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇന്ന് ഫാസിസ്റ്റ് ഭരണകൂടം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെയും BJPയുടെയും സംഘ് പരിവാറിന്റെയും പൈശാചിക ഫാസിസ്റ്റ് ഭരണകൂടം പൗരന്റെ സ്വകാര്യതയ്ക്ക് മേലും പൗരന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്മേലും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാകും. ചില ഉദാഹരണങ്ങൾ നമുക്ക് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ചില സംവിധാനങ്ങളോട് നമുക്ക് ബോധ്യപ്പെടും. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ജാമ്യമാണ് നിയമം, ബെയിൽ ഈസ് ദ ലോ. ജാമ്യമാണ് നീതി. ജയിൽ എന്ന് പറയുന്നത് എക്സെപ്ഷനാണ്, അപവാദമാണ് എന്ന് സുപ്രീം കോടതി തന്നെ വിധിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഈ രാജ്യത്ത് ഇന്ന് അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ രാജ്യത്ത് വിചാരണ തടവുകാരായിട്ട് നിരവധി ആളുകൾ ഇന്ന് ജയിലറകളിൽ ഭരണകൂടത്തിന്റെ മർദ്ദക ഭരണകൂടത്തിന്റെ പീഡനത്തിനിരയായി ജയിലറകളിൽ കഴിയുകയാണ്. രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ ഭരണകൂട ഫാസിസത്തിന്റെ വേട്ട ഏജൻസികളായ EDയും NIAയും CBIയും ഒക്കെ പൗരന്മാരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ, ഫാസിസത്തിനെതിരായ സംഘാടനം നടത്തിയതിന്റെ പേരിൽ രാജ്യത്തിന്റെ ജയിലറകളിൽ തീഹാറിലും അതുപോലെ തന്നെ കേരളത്തിന്റെയും വിവിധ സംസ്ഥാനത്തിന്റെയും ഒക്കെ ജയിലറകളിൽ അടച്ചിരിക്കുകയാണ്. നിങ്ങൾ ഫാദർ സ്റ്റാൻ സ്റ്റാമിയെ ഓർക്കുന്നുണ്ടാവും. ഭീമ കൊരേഗാവ് സംഭവത്തിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട 84 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായ ഫാദർ സ്റ്റാൻ സ്വാമി, അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിച്ചത്. അല്ലെങ്കിൽ ഭരണകൂടം കൊല്ലുകയായിരുന്നു എന്ന് വേണം പറയാൻ. ആ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വെന്റിലേറ്ററിലേക്ക് തള്ളിവിടേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ട് പോലും തൊണ്ടക്കുഴിയിൽ ഒരു അനക്കം മാത്രം അവശേഷിക്കുമ്പോ സ്റ്റാൻ സ്വാമിയുടെ സഹപ്രവർത്തകർ ജയിലധികൃതരോടും ഭരണകൂടത്തോടും കോടതിയോടുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ലിക്വിഡ് രൂപത്തിൽ ഭക്ഷണം കൊടുക്കാൻ ഒരു സ്ട്രോ ചോദിച്ചു. ഒരു സ്ട്രോ ചോദിച്ചിട്ട് ആ സ്ട്രോ അനുവദിക്കാൻ ജയിൽ അധികൃതരോ ഭരണകൂടമോ കോടതിയോ പോലും തയ്യാറാവാതെ ഫാദർ സ്റ്റാൻ സ്വാമി ജയിലറകളിൽ കിടന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ട് ജയിലിലാണ്. അദ്ദേഹം വിചാരണ തടവുകാരനല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിചാരണ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടാണ് ജയിലറയിൽ കിടക്കുന്നത്. എന്തിന്റെ പേരിലാ? ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോ 2002 സംഘ് പരിവാറും RSSും ചേർന്ന് ഗൂഢാലോചന നടത്തി സൃഷ്ടിച്ചെടുത്ത ഗോദ്ര എന്ന് പറയുന്ന ട്രെയിൻ അപകടത്തിലൂടെ അല്ലെങ്കിൽ ട്രെയിൻ തീവപ്പിലൂടെ അവിടെ 2000-ലധികം മുസ്ലിം മക്കളെ ഗുജറാത്തിന്റെയും അഹമ്മദാബാദിന്റെയും വഡോദരയുടെയും ഒക്കെ തെരുവോരങ്ങളിൽ ഗർഭിണിയുടെ വയറ് പിളർന്ന് അതിൽ നിന്നും ചോരക്കുഞ്ഞിനെ എടുത്ത് തീയിലേക്ക് എറിഞ്ഞ വംശഹത്യ നടപ്പാക്കിയ ഗുജറാത്തില് ഇന്നത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന ടീം അവിടെ വംശഹത്യ നടപ്പാക്കിയതിന്റെ നേർചിത്രങ്ങൾ അന്ന് ഗുജറാത്തില് IPS ഉദ്യോഗസ്ഥനായിരുന്ന സഞ്ജീവ് ഭട്ട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ, കോടതികളിൽ മൊഴി കൊടുത്തതിന്റെ പേരിൽ, നിയമ പോരാട്ടം നടത്തിയതിന്റെ പേരിൽ, മാധ്യമങ്ങളോട് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സഞ്ജീവ് ഭട്ടിനെ സസ്പെൻഡ് ചെയ്തു. വേറെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. എന്നിട്ട് 1990-ല് കിഡ്നി രോഗം ബാധിച്ച് ജയിലറയിൽ കിടന്ന് മരിച്ച ഒരാളെ കസ്റ്റഡി മരണത്തിന്റെ പേരിൽ സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തു, ജീവപര്യന്തം തടവിന് വിധിച്ചു. അതുപോലെ തന്നെ
മറ്റൊരു കേസില് ഒരാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ച കേസില് അയാളെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന പേരിൽ അയാൾക്കെതിരെ വീണ്ടും കുറ്റം ചുമത്തി ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കുറ്റം ചുമത്തിയിട്ട് 20 വർഷം തടവും ശിക്ഷിച്ചു വിധിച്ചുകൊണ്ട് ഇപ്പൊ 7 വർഷക്കാലത്തിലധികമായി സഞ്ജീവ് ഭട്ട് ജയിലറയിലാണ്. എന്തിന്റെ പേരിൽ? സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സഞ്ജീവ് ഭട്ട് ജയിലറയിൽ. അതുപോലെ നിരവധി ആളുകൾ സബർമതി എക്സ്പ്രസിന് കല്ലെറിഞ്ഞു എന്ന പേരിൽ ഒരു 17കാരന് നീണ്ട 10 വർഷക്കാലത്തിലധികമാണ് ഇന്ത്യൻ ജയിലിൽ കിടക്കേണ്ടി വന്നതെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അവസാനം ആ 10 വർഷങ്ങൾക്ക് ശേഷം അവന്റെ യുവത്വം നശിപ്പിക്കപ്പെട്ട അവനെ നിരപരാധി എന്ന് കണ്ട് വെറുതെ വിടുമ്പോ അവന് നഷ്ടപ്പെട്ട ദിനങ്ങൾ ആര് നൽകും? തിരിച്ചു നൽകും? നമ്മുടെ മുൻ ജഡ്ജി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുണ്ട്, ജാമ്യമാണ് നിയമം, നീതിയും അത് തന്നെയാണ്. അങ്ങനെ ഒരാളെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന് അയാള് നിരപരാധി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെറുതെ വിട്ടാൽ അയാൾക്ക് നഷ്ടപ്പെട്ട ദിനങ്ങൾ ആര് കൊടുക്കും എന്ന് നാം മനസ്സിലാക്കണം. നിരവധി ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ നിരപരാധികളായി വെറുതെ വിട്ടതിന്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസില് അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലിലടക്കപ്പെട്ട ഒരു കമാൽ അഹമ്മദ് അൻസാരി ഉണ്ട്. 2006 മുംബൈ സ്ഫോടന കേസിൽ ജയിലിലടക്കപ്പെട്ട കമാൽ അൻസാരി. ആ കമാൽ അൻസാരി കോവിഡ് ബാധിതനായിട്ട് 4 വർഷം മുമ്പ് മരണപ്പെട്ടു. 2021 അദ്ദേഹം മരണപ്പെട്ടു. 2025 അദ്ദേഹത്തിന്റെ ചുമത്തപ്പെട്ട കുറ്റത്തിന്മേൽ വിധി വന്നു. അയാള് നിരപരാധിയാണ്, ആ സ്ഫോടന കേസുമായിട്ട് അയാൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീണ്ട 10-15 വർഷക്കാലം ജയിലറയിൽ കിടന്ന് നരകിച്ച് കോവിഡ് വന്ന് അവസാനം അയാൾ മരണപ്പെട്ടതിന് ശേഷം പിന്നെയും 4 വർഷങ്ങൾക്ക് ശേഷം വിചാരണ പൂർത്തിയാക്കി വിധി വന്നു. ആ കേസില് അഹമ്മദ് അൻസാരി എന്ന് പറയുന്ന കമാൽ അഹമ്മദ് അൻസാരി കുറ്റക്കാരനല്ല. അവസാനം കുടുംബം ചെയ്തത് അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പോയി വിധിവാചകം വായിച്ചു കേൾപ്പിച്ചു. എന്നിട്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു അയാള് നിരപരാധിയാണ്, അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നിരപരാധിയാണ് എന്ന് പൊതുസമൂഹത്തോട് ആ കബറിടത്തിൽ വെച്ച് വിളിച്ചു പറയേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നു. 6 വർഷത്തിന് ശേഷം ജയിൽ മോചനം കിട്ടിയ ആളുകൾ അബ്ദുൽ റഷീദ് സുലൈമാൻ അജ്മീരി എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ മുഹമ്മദ് ഫാറൂഖ് മുഹമ്മദ് ഷെയ്ഖ് എന്ന് പറയുന്ന ആളും യാസീൻ ഭട്ട് എന്ന് പറയുന്ന ആളും അക്ഷർധാം സ്ഫോടന കേസിൽ, നമുക്കറിയാം അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ച കേസിൽ 3 മുസ്ലിങ്ങളെ, അതിന്റെ പേരില് 10-11 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിരവധി വർഷങ്ങളോളം ആ കേസില് വിചാരണ തടവുകരാക്കി ശിക്ഷയ്ക്ക് മുമ്പ് തന്നെ അവരെ ജയിലറയിൽ പാർപ്പിച്ചു. ഇപ്പോ 3 പേരെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടിരിക്കുകയാണ് രാജ്യത്തെ കോടതി. അവർക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ ആര് തിരിച്ചു തരും, ആര് തിരിച്ചു നൽകുമെന്നാണ് നാം ചോദിക്കേണ്ടത്. ഭരണകൂടത്തോട് ഉറക്കെ ചോദിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയുടെ 21ാം ആർട്ടിക്കിൾ പറയുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. ഇപ്പൊ ഈ രാജ്യത്ത് നടക്കുന്നത് വിയോജിപ്പ് വിളിച്ചു പറയാൻ സാധിക്കുകയില്ല. ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥയാണ് ഒരാൾക്ക് വിയോജിപ്പ് വിളിച്ചു പറയാൻ കഴിയുക എന്നുള്ളത്. ജനാധിപത്യം പൂവണിയുന്നത് യഥാർത്ഥത്തിൽ അവൻ വിയോജിപ്പ് കൂടി വിളിച്ചു പറയുമ്പോഴാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണം, അവന് ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയണം, അവന് പ്രതിപക്ഷ സ്വരമുയർത്താൻ കഴിയണം. എന്നാൽ ഈ രാജ്യത്ത് ഇന്ന് വിയോജിപ്പ് വിളിച്ചു പറയാൻ സാധ്യമല്ല. കാരണം വിയോജിപ്പ് വിളിച്ചു പറയുന്നവനെ ഒന്നുകിൽ വേട്ടയാടി ജയിലിലിടും, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം പോലെയുള്ള ED ഉപയോഗിച്ച്, ED എന്ന വേട്ടസേനയെ ഉപയോഗിച്ച്, NIA എന്ന വേട്ടസേനയെ ഉപയോഗിച്ച് ജയിലിലടക്കും. അങ്ങനെ ജയിലിലടക്കപ്പെട്ട ആളുകളാണ് MK ഫൈസി അടക്കമുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ഈ അബൂബക്കർ സാഹിബ് ജയിലറയിലാണ്. ഇതുപോലെ ED യും NIA യും വേട്ടയാടി ജയിലിലടച്ചതാണ്.
ഈ പ്രസ്ഥാനത്തിന്റെ ദേശീയ പ്രസിഡന്റ് വീണ്ടും ജയിലറയിൽ 1 വർഷം മുമ്പ് ജയിലറയിൽ അടച്ചുകൊണ്ട് ഇഡിയുടെ, അതായത് രാജ്യവ്യാപകമായി വഖഫ് ബില്ലിനെതിരെ വഖഫ് ഭേദഗതി നിയമമെന്ന ഈ മുസ്ലിം സമൂഹത്തിന്റെ സ്വത്തുക്കളും അതുപോലെ തന്നെ കബറിടങ്ങളും ഒക്കെ കൊള്ളയടിക്കാൻ വേണ്ടി, സമ്പത്തുക്കൾ കൊള്ളയടിക്കാൻ വേണ്ടി കേന്ദ്രം ഭരണഘടനാ വിരുദ്ധമായ മാർഗത്തിലൂടെ ഇവിടെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമത്തിനെതിരായി രാജ്യവ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന്റെ പേരിൽ, വിയോജിപ്പ് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, ഫാസിസത്തിനെതിരായ പോരാട്ടം സംഘടിപ്പിച്ചതിന്റെ പേരിൽ MK ഫൈസിയെ ഇഡി വേട്ടയാടി തീഹാർ ജയിലിലിട്ടു. 1 വർഷക്കാലമായി MK ഫൈസി ജയിലിലാണ്, തീഹാറിന്റെ തടവറകളിൽ, കാരിരുമ്പിൻ തടവറകളിൽ. 1 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 20-21 കഴിഞ്ഞ ആഴ്ച 20-21 തീയതികളിൽ നാഷണൽ റെപ്രസെന്റേറ്റീവ് കൌൺസിൽ മംഗലാപുരത്ത് വെച്ച് നടക്കുമ്പോ പുതിയ ദേശീയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവിടെ ദേശീയ തലത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകൾ നടന്നപ്പോൾ അന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് നിലവിലുള്ള ഫൈസി ഏതെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ടോ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടോ അല്ല അദ്ദേഹം ജയിലിൽ പോയത്. പകരം ഈ രാജ്യത്ത് വിയോജിപ്പ് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, പ്രതിപക്ഷ സ്വരമുയർത്തിയതിന്റെ പേരിൽ, ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിയതിന്റെ പേരിൽ, നിർഭയ രാഷ്ട്രീയം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ തുറുങ്കിലടച്ചുവെങ്കിൽ ആ തുറുങ്കിലടച്ചുകൊണ്ട് തന്നെ, ആ തുറുങ്കിലിരുന്നു കൊണ്ട് തന്നെ, തീഹാറിന്റെ കാരിരുമ്പിൻ തടവറകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ നയിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് അവിടെ ആ നാഷണൽ റെപ്രസെന്റേറ്റീവ് കൌൺസിൽ എടുത്തതെങ്കിൽ MK ഫൈസി തടവറയിൽ ഇരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം കാരിരുമ്പിൻ തടവറകൾക്കുള്ളിലിരുന്ന് ദിശാബോധം നൽകുന്നതിന് ഒരു ദുഷ്ടശക്തിയെയും പേടിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല എന്നുള്ള ഉറച്ച സന്ദേശമാണ് ഈ രാജ്യത്തോട് ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകള് ജയിലറിൽ പ്രൊഫസർ P. കോയ അടക്കം, നസറുദ്ദീൻ എളമരമടക്കം, OMA സലാം അടക്കമുള്ള ആളുകൾ, CP മുഹമ്മദ് ബഷീറും തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനായ പണ്ഡിതൻ കരമന അഷ്റഫ് മൗലവി അടക്കമുള്ള പ്രിയപ്പെട്ട ആളുകൾ ജയിലറയിലാണ്. അനീസ് അഹമ്മദും മുഹമ്മദ് അലി ജിന്നയും യൂസുഫ് മധുരയും അടക്കമുള്ള AS ഇസ്മായിൽ അടക്കമുള്ള ആളുകൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളില് ഫാസിസ്റ്റ് വിരുദ്ധ സംഘാടനം നടത്തിയതിന്റെ പേരിൽ അവരിന്ന് ജയിലറകളിലാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ബഹുമാന്യനായ E. അബൂബക്കർ സാഹിബ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി മഹാനായ E. അബൂബക്കർ സാഹിബ് ക്യാൻസറും പാർക്കിൻസൺസും അടക്കമുള്ള 2 മാരക രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിട്ട് പോലും ഒരു ഘട്ടത്തില് വീട്ടുതടങ്കൽ വരെ ആ കേസ് നടത്തുന്ന അഡ്വക്കേറ്റിന് ചോദിക്കേണ്ടി വന്നു. വീട്ടുതടങ്കലെങ്കിലും അനുവദിക്കുക ആ മനുഷ്യന്. പാർക്കിൻസൺസും ക്യാൻസറും അലട്ടുന്ന സ്വന്തമായി പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രായവും രോഗവും തളർത്തിയ വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ തീഹാറിന്റെ തടവറയിലേക്ക് തള്ളുമ്പോ ഫാദർ സ്റ്റാൻസ്വാമിയുടെ ഗതി വരാതിരിക്കാൻ ഈ രാജ്യത്തിന്റെ നീതിപീഠത്തോടും അതുപോലെ തന്നെ മുഴുവൻ സംവിധാനങ്ങളോടും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ജാമ്യമോ അല്ലെങ്കിൽ വീട്ടുതടങ്കലോ പോലും മതിയായ ചികിത്സ പോലും ലഭ്യമാക്കാതെ ഇപ്പോഴും ഭരണകൂടവും പോലീസും കോടതികളും ഒക്കെ ഇട്ടിങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. പ്രൊഫസർ P. കോയ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബുദ്ധിജീവികളിൽ ഒരാൾ. ആ പ്രൊഫസർ P. കോയ പ്രായാധിക്യത്താലും ഓർമ്മ പിശക് മൂലമൊക്കെ ജയിലിൽ നിരവധി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കും ജാമ്യം അനുവദിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോ മുസ്ലിം മിറർ എന്ന ഒരു മാഗസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് സർവേ നടത്തിയിട്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ
സ്വാധീനം ചെലുത്തപ്പെട്ട 100 വ്യക്തികളുടെ കൂട്ടത്തിൽ ഇ അബൂബക്കറിനെയും ഇ എം അബ്ദുറഹ്മാനെയും എം കെ ഫൈസി അടക്കമുള്ള വിവിധ നേതാക്കളെ തെരഞ്ഞെടുക്കുന്ന ഒരു സർവേ നടക്കുകയുണ്ടായി. അതിൽ പരാമർശിക്കപ്പെട്ട ആ സ്വാധീനിക്കപ്പെട്ട 100 വ്യക്തികളിൽ ഒരാളാണ് ഇ എം അബ്ദുറഹ്മാൻ സാഹിബ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയനായിരുന്നു. അദ്ദേഹത്തിന് ഈ അടുത്തൊരു അസുഖം വന്നപ്പോ, ഹൃദയ സ്തംഭനം വന്നപ്പോ മതിയായ ചികിത്സ കൊടുക്കാൻ ആദ്യം ജയിലധികൃതർ തയ്യാറാവാതെ പിന്നീട് നിയമ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭ്യമാക്കി. എന്ന് പറഞ്ഞാൽ പൗരന്റെ അടിസ്ഥാനപരമായ അവന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് തടയിടുകയാണ് ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വിയോജിപ്പ് വിളിച്ചു പറയുന്നവരുടെ വീടുകൾ ബുൾഡോസ് ചെയ്യുകയാണ്. ആ ബുൾഡോസ് നടപ്പാക്കുന്നതിൽ ബിജെപിയും കോൺഗ്രസും എല്ലാം തുല്യ ശക്തികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം യുപിയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബിജെപിയും RSSും ബുൾഡോസർ രാജ് നടപ്പാക്കുമ്പോ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ഒറ്റ രാത്രി കൊണ്ട് 400-ലധികം വീടുകളാണ്, അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളും ദലിതുകളും ആദിവാസികളും അടക്കമുള്ള ആളുകളെ ബുൾഡോസ് ചെയ്ത് തെരുവിലേക്ക് ഇറക്കിയ സംഭവം. അവിടെയും സോഷ്യൽ ഡെമോക്രാറ്റുകൾ സമരമുഖം തുറന്നിട്ടുണ്ട്. അതുപോലെ വിയോജിപ്പ് വിളിച്ചു പറയുന്നവരെ ഒന്നുകിൽ വേട്ടയാടി ജയിലറകളിൽ അല്ലെങ്കിൽ കൊന്നുകളയുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുമല്ലോ, എം കൽബുർഗിയും ഗോവിന്ദ് പൻസാരയും നരേന്ദ്ര ദബോൽക്കറും ഗൗരി ലങ്കേഷും മുതിർന്ന മാധ്യമ പ്രവർത്തക അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളെ ഒന്നുകിൽ വിലക്കെടുക്കുക അല്ലെങ്കിൽ അവരെ വേട്ടയാടുക. ആൾട്ട് ന്യൂസ് സ്ഥാപകൻ സുബൈറിനെ പോലെയുള്ള സത്യം വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകരെ വേട്ടയാടിയ സംഭവം നമുക്ക് മുന്നിലുണ്ട്. അതുപോലെ തന്നെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളില് ED റെയ്ഡും NIA റെയ്ഡും ഒക്കെ നടക്കുന്നത് നാം കാണുകയാണ്. അതായത് മോഡിക്കെതിരെ, അമിത്ഷയ്ക്കെതിരെ, RSSന്റെയും BJPയുടെയും ഭരണകൂട നെറികേടുകൾക്കെതിരെ ശബ്ദിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ വേട്ട തുടരുമെന്ന കൃത്യമായ മെസ്സേജാണ് നൽകുന്നത്. എം കെ ഫൈസിയെ വേട്ടയാടി ജയിലിലിട്ടിരിക്കുന്നു. എന്തിന്റെ പേരിലാ? കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പേരിൽ. ഒരു ഘട്ടത്തിൽ അവിടുത്തെ സെഷൻസ് കോടതി ചോദിച്ചു, ഡൽഹിയിലെ കേസ് നടക്കുന്ന പാട്യാല ഹൈക്കോടതിയിൽ ചോദിച്ചു, എം കെ ഫൈസിക്കെതിരെ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു രേഖ, ഒരു തുണ്ട് കടലാസ്, ഒരു പേപ്പർ, ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എന്തെങ്കിലും വാറോല ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കോടതി വരെ ചോദിച്ചിട്ടും ED എന്ന കേന്ദ്രത്തിന്റെ വേട്ടസേനയ്ക്ക് ഇതുവരെയും എം കെ ഫൈസിക്കെതിരെ ഒരു തുണ്ട് കടലാസിന്റെ തെളിവ് പോലും, ഒരു വാറോല പോലും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ തരത്തിലുള്ള വേട്ട വളരെ വ്യക്തമാണ്. സംഘ് പരിവാറിനെതിരെ, BJPക്കെതിരെ ഈ രാജ്യത്തിന്റെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിയാൽ അവരെ വേട്ടയാടും. അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിയമമൊന്നും ആവശ്യമില്ല എന്ന സന്ദേശമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സഞ്ജീവ് ഭട്ടിന് നേരിടേണ്ടി വന്നത്, ഫാദർ സ്റ്റാൻ സ്വാമിക്ക് നേരിടേണ്ടി വന്നതാണ്, പ്രൊഫസർ GN സായിബാബയ്ക്ക് നേരിടേണ്ടി വന്നതാണ്. അതാണ് വികലാംഗനായ സായിബാബയ്ക്ക് നേരിടേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ദലിതുകളെയും ആദിവാസികളെയും മാവോവാദത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കുന്നു. മുസ്ലിം മക്കളെ ടെററിസത്തിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തെ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ ജയിലിലടയ്ക്കുന്നു. ഇതാണിപ്പോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് 5.5 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് തടവറയിലുണ്ട്. 5.5 ലക്ഷത്തിലധികം ആളുകൾ തടവറയിലുണ്ട്. അതായത് ഈ രാജ്യത്തെ ജയിലുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ 130% ആളുകൾ തടവറയിലാണ്. ഡൽഹിയിലാണ് 200%. ഒരു രാജ്യത്തെ ജയിലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ 200% ആളുകൾ ജയിലിൽ. അതില് 3,90,000 ആളുകൾ വിചാരണ തടവുകാരാണ്. എന്ന് പറഞ്ഞാൽ 73%-ലധികം ആളുകൾ വിചാരണ തടവുകാരാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിൽ തന്നെ വിചാരണ തടവിൽ 18-നും 30-നും പ്രായമുള്ള 49% ആളുകൾ 18-നും 39-നും ഇടയിലാണ്. 2.5 ലക്ഷത്തോളം ആളുകൾ അങ്ങനെയുള്ള
ആളുകളാണ് എന്ന് പറയുന്നു. അതുപോലെ മുസ്ലിം ദലിത് സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ, ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ 67% എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിനടുത്ത ആളുകൾ ആ നിലയില് ജയിലറകളിലാണ്. അതില് 5 വർഷക്കാലമായി പുതിയതായി തടവറയിൽ കിടക്കുന്ന 10,000-ത്തിലധികം ആളുകളുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഈ കണക്കുകള് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 2023 കണക്കുകളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തു കൊണ്ടുവന്ന കണക്കുകളിലാണ് ഇത്രയും ഭീമമായ, രാജ്യത്തിന്റെ അവസ്ഥ പറയുന്ന ഇത്രയും ഭീമമായ കണക്കുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുപ്രീം കോടതിയുടെ വ്യക്തമായ ഡയറക്ഷൻ ഉണ്ട്, വ്യക്തമായ നിയമമുണ്ട്, വ്യക്തമായ ഉത്തരവുണ്ട്. ജാമ്യമാണ് നിയമം. ഈ രാജ്യത്തിന്റെ തടവറയിൽ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ വിചാരണ തടവുകാർക്ക് അവർ പ്രതികളല്ല. വിചാരണ തടവുകാരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് അവർ കുറ്റവാളികളാവുന്നത്. അതുകൊണ്ട് വിചാരണ തടവുകാരെ ആ വിചാരണ കാലയളവിൽ അവർക്ക് ജാമ്യം നൽകിയിട്ട് വിചാരണ പൂർത്തിയാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരാണെങ്കിൽ മാത്രം ശിക്ഷിക്കുക. സത്യത്തിൽ ഈ രാജ്യത്ത് നീതിപൂർവമുള്ള വിചാരണ നടക്കുകയാണെങ്കിൽ, നിയമം അനുശാസിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അടിസ്ഥാനപ്പെടുത്തി, ഭാരതീയ ന്യായ സംഹിതയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്ത് യഥാർത്ഥ വിചാരണയും യഥാർത്ഥ നീതിയും നടപ്പാക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒന്നാമതായി ജയിലിൽ പോകേണ്ടി വരുന്നത് നരേന്ദ്രമോദി എന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കും. രണ്ടാമത് പോകേണ്ടത് അമിത്ഷായിരിക്കും. ഈ രാജ്യത്ത് RSSന്റെയും BJPയുടെയും കേഡർമാർക്ക് അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾക്ക്, ദേശീയ തലത്തിലുള്ള ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്തവണ്ണം ഇന്ത്യൻ ജയിലുകളിൽ അവരെ കൊണ്ട് നിറയുന്ന അവസ്ഥ വരും ഈ രാജ്യത്ത് നീതിപൂർവമായ വിചാരണ നടക്കുകയാണെങ്കിൽ. പക്ഷേ അവര് അവിടെ ഭരണകൂടത്തിന്റെ എല്ലാ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്യുന്നു. ഇപ്പോൾ SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. SIRന്റെ പേരിൽ BJPക്ക് വോട്ട് ചെയ്യാത്ത നിരവധി ആളുകളെ, അതുപോലെ തന്നെ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ, വിശേഷിച്ച മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളെ കൂടുതലായി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിൽ നമ്മൾ കണ്ടു. ബീഹാറിൽ BJP ജയിച്ച 75 മണ്ഡലങ്ങളിൽ ആ ഭൂരിപക്ഷത്തിനേക്കാൾ താഴെയാണ്, അല്ലെങ്കിൽ വോട്ടുകൾ വെട്ടിയതിനേക്കാൾ താഴെയുള്ള ഭൂരിപക്ഷത്തിലാണ് അവർ ജയിച്ചത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു, UPയിൽ വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ഗുജറാത്തിൽ ഇന്നിപ്പോൾ വെട്ടിയതിന്റെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ രാജ്യത്ത് എല്ലാ തരത്തിലുമുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ലിഞ്ചിങ് നടപ്പാക്കുന്നു. പശുവിന്റെ പേരിൽ, ബീഫിന്റെ പേരിൽ, അതുപോലെ മറ്റ് എല്ലാ തരത്തിലുമുള്ള ഗൂഢാലോചനകൾ ഈ രാജ്യത്തെ പൗരന്മാരുടെ മേൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ മേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിശബ്ദരായിരിക്കാൻ സാധ്യമല്ല. നോ സൈലൻസ്, നോ കോംപ്രമൈസ്. ഈ വിഷയത്തിൽ നമ്മൾ നിശബ്ദരായിരിക്കാൻ തയ്യാറല്ല, കോംപ്രമൈസ് ചെയ്യാനും തയ്യാറല്ല. അങ്ങനെ SIRന്റെ മറവിൽ വോട്ടുകൾ വെട്ടിക്കൊണ്ട്, പൗരന്മാരുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ തെരുവുകളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട്, വോട്ട് കൊള്ളയിലൂടെയും വോട്ട് വെട്ടലിലൂടെയും, ഈ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ക്രമക്കേടിലൂടെയും രാജ്യത്തിന്റെ അധികാരം സ്ഥാപിച്ചെടുക്കാനാണ് പൈശാചിക ഫാഷിസ്റ്റ് ഭരണകൂടം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാജ്യത്തിന്റെ ഇപ്പോൾ നടക്കുന്ന SIRന്റെ മറവിൽ രാജ്യത്തെ ജനങ്ങളുടെ പൗരത്വം നിഷേധിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ, ആ പൗരത്വം നിഷേധിക്കുന്നവരോടൊപ്പം തെരുവുകൾ പ്രക്ഷുബ്ധമാക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കേഡർമാര് ആ തെരുവിൽ സർവസന്നദ്ധരായി നിരന്നുണ്ടാവും എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് പൗരത്വ പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിലാണ് ഉമർ ഖാലിദും അതുപോലെ തന്നെ ഷർജീൽ ഇമാമും അടക്കമുള്ള ആളുകൾ ജയിലറയിൽ കിടക്കുന്നത്. അതില് 2-3 ആഴ്ച മുമ്പ് ഗുൽഷിഫ ഫാത്തിമക്കും അതുപോലെ തന്നെ മീരാൻ ഹൈദറിനും ഷിഫാഉർ റഹ്മാനും ഒക്കെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. അതേ കേസിൽ ആ കൂടെ ഉണ്ടായിരുന്ന
ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യം തള്ളുകയുണ്ടായി. 5 വർഷക്കാലമായിട്ട് അവര് ജയിലിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഷർജീൽ ഇമാമിന്റെ മാതാവ് പരസഹായം ആവശ്യമുള്ള ഒരു മകന്റെ സഹായമുള്ള ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ്. പക്ഷേ എന്നിട്ട് പോലും ആ മാതാവിനെ പരിചരിക്കാൻ വിചാരണ നടത്തി വിചാരണ പൂർത്തിയാക്കാൻ തയ്യാറാവുന്നില്ല. ആയിരക്കണക്കിന് കള്ളസാക്ഷികളും മാപ്പുസാക്ഷികളും ഒക്കെ ആയിട്ട് ഒരു പൗരനെ വേട്ടയാടുന്നതിന്റെ പരമാവധി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഭീമ കൊരേഗാവ് കേസില് റോണ വിൽസനെയും ഹാനി ബാബുവിനെയും പിടിച്ച് GN സായിബാബയും ഒക്കെ ജയിലിലിട്ട സംഭവം നമുക്കറിയാം. ഫാദർ സ്റ്റാൻ സ്വാമിയൊക്കെ. ഒടുവില് ഹാനി ബാബുവിനും റോണ വിൽസനും ജാമ്യം അനുവദിക്കപ്പെട്ടു. പരപ്പനങ്ങാടിയിൽ ഒരു സക്കരിയുണ്ട്. ആ മാതാവ് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമ്മുടെ ഭരണകൂടവും നീതിന്യായ സംവിധാനവും കണ്ണു തുറന്നില്ല. സക്കരിയ വർഷങ്ങളായിട്ട് ജയിലറയിലാണ്. ബാംഗ്ലൂർ സ്ഫോടന കേസിന്റെ പേരിൽ പ്രതി ചേർക്കപ്പെട്ടിട്ട് ഏതോ ഒരു സിം കൊടുത്ത കേസാത്ത ഒരു സിമ്മിന്റെ പേരിൽ കൊലപാതകം നടത്തിയാൽ പോലും ജീവപര്യന്തം കിട്ടി ഇറങ്ങേണ്ട സമയക്കാലത്തിലധികം ഒരു സിമ്മിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മഅദനി എത്ര കൊല്ലം ജയിലിൽ കിടന്നു? 9 കൊല്ലക്കാലം, 9.5 കൊല്ലക്കാലം കോയമ്പത്തൂർ നിരപരാധി എന്ന് കണ്ട് പുറത്തേക്ക് വിട്ടു. അതിനുശേഷം വീണ്ടും ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പേരിൽ 2 അംഗരക്ഷകര് സർക്കാർ അനുവദിച്ച കോടതി അനുവദിച്ച ഗൺമാന്മാരിരിക്കെ തന്നെ ചെയ്ത് അദ്ദേഹം അവരെ വെട്ടിച്ച് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അദ്ദേഹം എത്ര കാലം വിചാരണ തടവ് നേരിട്ടു? ഇങ്ങനെ ഓരോ ആളുകളെയും വിചാരണ നടത്തി. അതുപോലെ തന്നെ മറ്റു പല കേസിലും ഗോദ്ര കേസ്, രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങൾ, 12 സ്ഫോടനങ്ങൾ, അജ്മീർ ദർഗ, മലേഗാവ്, മക്ക മസ്ജിദ്, നന്ദേഡ്, മൊദാസ അടക്കമുള്ള രാജ്യത്തെ ഞെട്ടിച്ച 12 സ്ഫോടനങ്ങൾ, അസ്ഥിരപ്പെടുത്തിയ സ്ഫോടനങ്ങൾ. അതിന്റെ പേരിൽ എത്ര നിരപരാധികളായ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു. ഒടുവില് ഹേമന്ത് കർക്കരെ എന്ന മഹാരാഷ്ട്ര ആന്റി ടെറർ സ്ക്വാഡിന്റെ തലവൻ RSSും സംഘ് പരിവാറും പാകിസ്ഥാന്റെ ISIയുമായിട്ട് ചേർന്നുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അച്ചാരം വാങ്ങി ഇവിടെ സ്ഫോടനങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയപ്പോഴാണ് ഹേമന്ത് കർക്കരയെ തന്നെ വധിച്ചു കളഞ്ഞു സംഘ് പരിവാരം. അതിൽ പ്രതി ചേർക്കപ്പെട്ട പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ MP ആക്കി. അതിലെ പ്രതികളായ ആളുകളെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു. സ്വാമി അസിമാനന്ദയെ രക്ഷപ്പെടുത്തി. സൈനികൻ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്ന സൈന്യത്തിൽ നിന്ന് RDX കടത്തിയ ആൾക്ക് ജയിലറ പുൽകേണ്ടി വന്നിട്ടില്ല. പക്ഷേ നിരപരാധികളായ ഫാഷിസത്തിനെതിരെ സംഘാടനം നടത്തിയതിന്റെ പേരിൽ നിരവധി ആളുകളെ വിചാരണ തടവുകാരായി ഇപ്പോൾ ജാമ്യമെന്ന നിയമം പോലും നടപ്പാക്കാതെ, നീതി നടപ്പാക്കാതെ ജയിലറകളിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിന സുദിനത്തിൽ, ഈ സായാഹ്നത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അത്തരം വിചാരണ തടവുകാർക്ക് വേണ്ടി ശബ്ദിക്കുന്നത്. അബൂബക്കറും അതുപോലെ തന്നെ പ്രൊഫസർ P. കോയം, MK ഫൈസി അടക്കമുള്ള ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരന്മാർ, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ, അവർക്കെതിരെ ഒരു തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയാത്തിടത്തോളം അവർ നിരപരാധികളാണ്. ആ നിരപരാധികൾക്ക് ജാമ്യം അനുവദിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ നിയമം, ഭരണഘടന അനുശാസിക്കുന്ന നിയമം. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ പൗരന്മാർക്ക് നീതി നടപ്പാക്കുന്നതുവരെ, ഈ പ്രവർത്തകരുടെ അവസാന ശ്വാസം വരെ നീതിക്ക് വേണ്ടി പോരാടുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ റിപ്പബ്ലിക് ദിന സംഗമത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വൈദേശിക ശക്തികളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവരുടെ വിരിമാറ് കാട്ടിക്കൊടുത്തുകൊണ്ട് തോക്കിനും ലാത്തികൾക്കും പീരങ്കികൾക്കും മുമ്പിൽ വിരിമാറ് കാട്ടിക്കൊണ്ട് ധീര രക്തസാക്ഷിത്വത്തിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തെങ്കിൽ
വീണ്ടും ഏകാധിപത്യ ഫാഷിസം ഈ രാജ്യത്തിന്റെ സകല നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഏകാധിപത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നിലുണ്ടാവാൻ സോഷ്യൽ ഡെമോക്രാറ്റുകൾ തയ്യാറാണ് എന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കാര്യരിപ്പിൻ തടവറകളും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും തോക്കുകൾ കൊണ്ടും തൂക്കുമരങ്ങൾ കൊണ്ടും ഈ ശബ്ദത്തെ അടിച്ചമർത്താമെന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് എന്ന് ഭരണകൂടത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാനായ ഈ അബൂബക്കർ സാഹിബ് ജയിലിൽ നിന്ന് അയച്ച കത്തിൽ പറഞ്ഞതുപോലെ തീഹാറിന്റെ 4 ചുവരുകൾക്കിടയിൽ തടവറ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. തടവറ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ അബൂബക്കർ ഈ ജയിലിൽ കിടന്ന് മരിക്കുകയില്ല. ഒരുപക്ഷെ രക്തസാക്ഷിയായേക്കാമെന്ന ആ ഉറച്ച വാക്കുകൾ നിങ്ങൾക്ക് ഈ വിചാരണയിൽ കിടക്കുന്ന ആ വന്ധ്യവയോധികൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ മനസ്സിനെ ഒരിക്കലും തളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെങ്കിൽ MK ഫൈസി അടക്കമുള്ള ഈ പ്രസ്ഥാനത്തിന് ഊർജം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന മഹാരഥന്മാരായ ആളുകൾ, നിരപരാധികൾ, ഈ രാജ്യത്തിന്റെ പൗരന്മാർ, പൗരപ്രമുഖർ, സാധാരണക്കാർ അടക്കമുള്ള നിരവധി രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന വിചാരണ തടവുകാർക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നീതിയാണ്, ഭരണഘടനയുടെ നീതിയാണ്. ആ നീതി നടപ്പാക്കുന്നത് വരെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ പ്രക്ഷോഭ രംഗത്ത് തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിചാരണ തടവുകാർക്ക് ജാമ്യം അനുവദിക്കാൻ ഈ പൗരസമൂഹം, ജനാധിപത്യ വിശ്വാസികളും ഒരുമിച്ച് നിന്നുകൊണ്ട്, ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ റിപ്പബ്ലിക് ദിന സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സംഗമത്തെ അഭിസംബോധന ചെയ്ത് അഭിവാദ്യം ചെയ്യാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രിയപ്പെട്ട അഷ്റഫ് റാവച്ചമ്പലത്തിന്. ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനി, ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം അജ്മൽ ഇസ്മായിൽ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന, ജില്ലയുടെ മറ്റു ഭാരവാഹികൾ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാർക്കും ജാമ്യം നൽകുക എന്ന ഏറ്റവും പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തി പാർട്ടി നടത്തുന്ന ഈ സംഗമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. ഈ സംഗമത്തിന് നന്ദി രേഖപ്പെടുത്താൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സിയാദ് കോഴിക്കോടിനെ. അകാരണമായി രാജ്യത്തിന്റെ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ ആളുകളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സംഗമം ഇവിടെ സമാപിക്കുന്നു. ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ മന്നാനി, അദ്ദേഹത്തിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ബഹുമാന്യനായ അജ്മൽ ഇസ്മായിൽ, അദ്ദേഹത്തിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സംസ്ഥാന സമിതി അംഗം അഷ്റഫ് മൗലവി പ്രാവച്ചമ്പലം, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമനയ്ക്കും, ഈ പ്രോഗ്രാമിൽ ആദ്യാവസാനം വരെ പങ്കെടുത്തിട്ടുള്ള ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് കമ്മിറ്റിയുടെ, കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ഒക്കെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാ ആളുകൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ സംഗമം ഇവിടെ അവസാനിപ്പിച്ചതായത് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.